നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന, അപ്പം സ്വീകരിക്കൽ, കാൽകഴുകൽ ശുശ്രൂഷ തുടങ്ങിയവയാണ് പെസഹ ദിനാചരണത്തിലെ പ്രത്യേക ചടങ്ങുകൾ. അരൂർ എഴുപന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ 20 പവൻ തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവം അന്വേഷണം ഊർജിതം. ശുചിമുറി മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത കുടുംബത്തെ ലോറി ഇടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. തണ്ണീർമുഖത്തെ കുടുംബം മുഹമ്മ പോലീസിലാണ് പരാതി നൽകിയത്. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. പ്രതികൾക്ക് പെൺവാണിഭ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമെന്ന കൂടുതൽ സൂചനകൾ. പ്രതികൾ താമസിച്ചിരുന്ന ഹോട്ടലുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. ആലപ്പുഴ ബൈപ്പാസിൽ നിർമ്മാണത്തിനിടെ ഗർഡർ വീണ സ്ഥലത്ത് വീണ്ടും അപകടം. ഉയരപ്പാതയിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുമായെത്തിയ ട്രെയിലർ ലോറി മറിഞ്ഞു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രതിഷേധവുമായി നാട്ടുകാർ. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന, അപ്പം സ്വീകരിക്കൽ, കാൽകഴുകൽ ശുശ്രൂഷ എന്നിവയാണ് പെസഹ ദിനത്തിലെ പ്രത്യേക ചടങ്ങുകൾ. ക്രൈസ്തവ ഭവനങ്ങളിലും പള്ളികളിലും ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. യേശു കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാൽ കഴുകി ചുംബിച്ചതിൻ്റെയും ഓർമ്മയ്ക്കായാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക ആചരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് ക്രൈസ്തവ ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ചടങ്ങും നടക്കും. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തങ്കിപ്പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് മതമൈത്രി ദീപം തെളിയും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദ്യ ദീപം തെളിക്കും. 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ വിളക്ക് തെളിച്ച് ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണിത്. നാനാജാതി മതസ്ഥർ ഇതിൽ പങ്കെടുക്കും. 5 മണിക്ക് നടക്കുന്ന തിരുവത്താഴ പൂജയ്ക്കും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും വികാരി ഫാദർ ജോർജ് ഏടയെടുത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി 12 വരെ ആരാധന. തുടർന്ന് അത്ഭുത തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പൂമുഖപ്പന്തലിൽ കിടത്തും. ബിഷപ്പ്മാരായ ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ, ഡോക്ടർ ജോസഫ് കരിയിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജില്ലയിലെ പ്രമുഖ പള്ളികളായ തുമ്പോളി, പൂങ്കാവ്, പഴവങ്ങാടി മാർ സ്ലീവോ പള്ളി, മുട്ടം ഫെറോന പള്ളി, ലിസുനഗർ ദേവാലയം, കോക്കമംഗലം സെൻറ് തോമസ് ദേവാലയം തുടങ്ങി പള്ളികളിൽ വിവിധ ചടങ്ങുകളോടെ പെസഹ വ്യാഴം ആചരിക്കും. അരൂർ എഴുപന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ 20 പവൻ തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ കീഴ്ശാന്തിയെ പോലീസ് ചോദ്യം ചെയ്തു. അരൂർ എഴുപന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയ സംഭവത്തിൽ കീഴ്ശാന്തിയെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ഈസ്റ്റ് കല്ലട രാംനിവാസിൽ 42 വയസ്സുള്ള രാമേന്ദ്രൻ പോറ്റിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും തിരുവാഭരണത്തിലെ കിരീടം പോലീസ് കണ്ടെടുത്തു. ഈ മാസം 14-ാം തീയതിയാണ് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണം മോഷണം പോയത്. അതോടൊപ്പം കീഴ്ശാന്തിയെയും കാണാതായതിനെ തുടർന്നാണ് അരൂർ പോലീസിൽ പരാതി നൽകിയത്. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ കയ്യിൽ കീഴ്ശാന്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ലാതിരുന്നത് പോലീസിന് തലവേദനയായി. അടുത്ത ദിവസം ബാക്കിയുള്ള ആഭരണങ്ങൾ പരിശോധിച്ചപ്പോൾ അത് മുഖപണ്ടമാണെന്നും കണ്ടെത്തി. എറണാകുളം ശിവക്ഷേത്രത്തിന് സമീപത്തു നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു. തേവര ഫെഡറൽ ബാങ്കിൽ സ്വർണം പണയം വെച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പണം മുഴുവനും ഇയാൾ ഷെയർ ട്രേഡിംഗിൽ മുടക്കിയതായി പോലീസ് പറഞ്ഞു. അരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KG പ്രതാപേന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. SI-മാരായ അജിൻ, ഷക്കീർ, സാജൻ, ASI സുധീഷ് ചന്ദ്രബോസ്, CPO-മാരായ S ശ്രീജിത്ത്, റിയാസ്, M രതീഷ്, നിതീഷ് മോൻ, അമൽ പ്രകാശ്, അനിൽകുമാർ, V വിജേഷ്, ടെൽസൺ തോമസ്, KL ലിജു, ഷാജിമോൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും.
കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് അരൂർ ഇൻസ്പെക്ടർ KG പ്രതാപേന്ദ്രൻ അറിയിച്ചു. ടൈം ന്യൂസ്, അരൂർ. ശുചിമുറി മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത സംഭവത്തിൽ കുടുംബത്തെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പരാതി. കുടുംബം മുഹമ്മ പോലീസിൽ പരാതി നൽകി. രാത്രി ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി മാലിന്യം വീടിന് സമീപത്തെ പറമ്പിൽ തള്ളിയത് ചോദ്യം ചെയ്ത കുടുംബത്തെ ടാങ്കർ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നാണ് പരാതി. തണ്ണീർമുക്കം 7-ാം വാർഡിൽ ഗുണ്ടുവളവിന് പടിഞ്ഞാറ് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് മാലിന്യം തള്ളിയത്. ഇതിന് സമീപം താമസിക്കുന്ന കുടുംബമാണ് പ്രതിഷേധവുമായി എത്തിയത്. കടുത്ത ദുർഗന്ധം മൂലം ദുരിതത്തിലായതോടെയാണ് കുടുംബം പ്രതിഷേധിച്ചത്. മാലിന്യവുമായി വന്ന ടാങ്കർ ലോറി ഇവർക്ക് നേരെ ഓടിച്ച് കയറ്റാൻ ശ്രമിച്ചെന്നാണ് പരാതി. കല്യാണ റിസപ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ വണ്ടിയും ഒരു ടാങ്കർ ലോറിയും അതിന് മുമ്പിൽ ഒരു പയ്യനും ഉണ്ടായിരുന്ന ആളെ അറിയുന്നതാണ്. സ്കൂട്ടറിലുണ്ടായിരുന്ന പയ്യനെ ഞങ്ങൾ അറിയുന്നതാണ്. ഇവിടെ അടുത്തുള്ളതൊക്കെ തന്നെയാണ്. ഞങ്ങളിത് എന്താണെന്ന് ചോദ്യം ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ നേരെ റൈസ് ആവുകയും വണ്ടി തടയുകയും അത് പുള്ളീനെ ഉപദ്രവിച്ചേച്ച് അവൻ വണ്ടിയായിട്ട് രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ ഒന്നും തള്ളുവായി. പുറകെ വന്നിരുന്ന ഞാനും എൻ്റെ കൈക്കീഴുമായിട്ട് വന്നത് ഞങ്ങളുടെ നേരെ ടാങ്കർ വന്ന് ഇടിക്കാൻ വന്നു. ഞങ്ങൾ ജസ്റ്റ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ അവൻ പറയുന്നത്, അന്നേരം ഞങ്ങൾ അവനെ ചേട്ടൻ പിടിച്ചു. പക്ഷേ അവൻ പറയുന്നത് അവൻ ഇവിടെ നോക്കാൻ വന്ന് എന്നാണ് പറയുന്നത്. അവന് ഈ സംഭവമായിട്ട് ബന്ധമില്ല. അവൻ രാത്രി ഈ ബന്ധമില്ലാത്ത ഒരാളെ രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ്. ഈ സംഭവത്തെ തുടർന്ന് ഈ മാലിന്യം കൊണ്ട് തള്ളണത് പൊതുജനങ്ങൾക്കുള്ളൊരു കാര്യമാണ്. ഇത് ഈ നാടിന് മൊത്തം ആപത്തുകാരി. ഇതൊരു വെള്ളം കയറുന്ന പ്രദേശമാണ്. ഇത് എല്ലാ മുറ്റത്തും ഞങ്ങളുടെ മുറ്റത്ത് വെള്ളം വരുന്ന ആണ്. ഈ തോട് എല്ലാം കണക്റ്റഡ് ആണ്. ഞങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന തോണ്ടുമായിട്ട് കണക്റ്റഡ് ആണിത്. അപ്പോൾ ഇതിന് തക്കതായൊരു മറുപടി ഞങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തിരുന്നു. അവർ കൃത്യമായിട്ട് അത് വന്നു. ഞങ്ങൾ പരാതി എഴുതി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു റിപ്ലൈ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ. അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ കുടുംബം മുഹമ്മ പോലീസിൽ പരാതി നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. പ്രതികൾക്ക് പെൺവാണിഭ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമെന്ന കൂടുതൽ സൂചനകൾ. പ്രതികൾ താമസിച്ചിരുന്ന ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. ആലപ്പുഴയിൽ 2 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പെൺവാണിഭ സംഘങ്ങൾക്കും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കുമുള്ള പങ്കിനെക്കുറിച്ച് കൂടുതൽ സൂചന. കേസിലെ പ്രതികളായ കണ്ണൂർ സ്വദേശി തസ്ലിമ സുൽത്താന, മണ്ണഞ്ചേരി സ്വദേശി K ഫിറോസ്, തസ്ലിമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവർ ഹൈബ്രിഡ് കഞ്ചാവുമായി ഓമനപ്പുഴയിൽ എത്തുന്നതിന് മുൻപ് താമസിച്ചിരുന്ന ഹോട്ടലുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ഇതിലാണ് പ്രതികളുടെ ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. അക്ബർ അലിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായാണ് ബന്ധമെന്നും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കുറവാണെന്നുമാണ് സൂചന. എന്നാൽ 1-ാം പ്രതി തസ്ലിമ സ്ഥിരമായി ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നെന്നും ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും സ്ഥിരീകരിച്ചു. കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതികൾ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് അന്വേഷണം. തസ്ലീമയുമായി പെൺവാണിഭ സംഘങ്ങളിലെ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും ഇവർക്ക് ലഹരിമരുന്ന് കൈമാറിയിരുന്നെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. ലഹരിമരുന്നിനെ അടിമകളാക്കി പെൺകുട്ടികളെ പെൺവാണിഭത്തിന് ഉപയോഗിച്ചോ എന്നും അന്വേഷിക്കുന്നു. പ്രതികളുമായി പരിചയമുള്ളവരുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴി നൽകാൻ ഹാജരാകാൻ ചിലർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അടുത്തയാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. തുടർന്നാകും പ്രതികളുമായി ബന്ധമുള്ള സിനിമാ താരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുക. കഴിഞ്ഞ 2-നാണ് ഓമനപ്പുഴയിൽ നിന്ന് 3 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. അന്വേഷണം ആരംഭിച്ച 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രതികൾക്ക് സ്വർണ്ണക്കടത്ത് ഇടപാടുകാരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ബൈപ്പാസിൽ നിർമ്മാണത്തിനിടെ ഗർഡർ വീണ സ്ഥലത്ത് വീണ്ടും അപകടം. ഉയരപ്പാതയിൽ സ്ഥാപിക്കുവാനുള്ള ഗർഡറുമായി എത്തിയ ട്രെയിലർ ലോറി മറിഞ്ഞു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രതിഷേധവുമായി നാട്ടുകാർ. ആലപ്പുഴ ബൈപ്പാസിൽ നിർമ്മാണത്തിനിടെ ഗർഡർ വീണ സ്ഥലത്ത് വീണ്ടും അപകടം. ഉയരപ്പാതയിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുമായി എത്തിയ ട്രെയിലർ ലോറിയാണ് മറിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ 8:30-നായിരുന്നു അപകടം നടന്നത്. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ബൈപ്പാസ് മേൽപ്പാലത്തിൽ ഘടിപ്പിക്കാനുള്ള ഗർഡർ ലോറിയിലുണ്ടായിരുന്നത്. ആളപായമില്ല. ആലപ്പുഴ മാളികമുക്കിൽ 2-3 തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനാണ് ഗർഡർ എത്തിച്ചത്. നിലത്ത് വീണ ഗർഡർ ഉപയോഗശൂന്യമായി. ഗർഡർ വീണതിനെ തുടർന്ന് സമീപത്തുള്ള വീടുകൾ കുലുങ്ങി.
ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെയും ക്ലീനറെയും ചില്ലുകൾ പൊട്ടിച്ചാണ് പുറത്തെത്തിച്ചത്. നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തിയത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സ്നേഹത്തോടെ അധികാരികൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, NHAയുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിനു മുമ്പുണ്ടായ ദുരന്തമുണ്ടായപ്പോൾ കോൺട്രാക്ട് ജീവനക്കാരുടെ തലയ്ക്ക് വെച്ച് അവർക്കൊരു സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചപ്പോൾ അവർ ആ കേസിൽ നിന്ന് ഊരിമാറുകയാണ് ചെയ്തത്. ഇന്നുണ്ടായ ദുരന്തം ഒരു തലനാഴിലേക്ക് മാറിയിരുന്നെങ്കിൽ യൂസിക്ക എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ആ വീട്, അവരെ ജീവിതാഭിലാഷമായി ഉണ്ടാക്കിയ ആ വീട്ടിലേക്ക് ഉണ്ടായേനെ. ഒരു ഭൂകമ്പത്തിന്റെ പ്രതീതിയിലായിരുന്നു അവിടെ സൗണ്ട് കേട്ടത്. ആ ഗഡറും ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, തീരദേശത്ത് സാധാരണക്കാരായ മനുഷ്യന്മാരെ വെച്ചുകൊണ്ട് പരീക്ഷണം നടത്താൻ തയ്യാറാകരുത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന ഓരോ നിർമ്മാണ രംഗത്തും വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തി പരിശോധന നടത്തി ഈ നിർമ്മാണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വളരെ വലിയ റിക്വസ്റ്റ് ആണ്. ട്രെയിലർ ലോറിയുടെ ഒരു വീൽ സമീപത്തെ ഓടയിൽ കുടുങ്ങിയതാണ് അപകട കാരണമെന്ന് പറയുന്നു. KSFE ചിട്ടിക്ക് ജാമ്യം നൽകിയ വസ്തു KSFE ജീവനക്കാരൻ സ്വന്തം ചിട്ടിക്ക് പണയപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. KSFE ജീവനക്കാരൻ ഒളിവിലായി. KSFEയുടെ റിക്കവറി വിഭാഗത്തിൽ ജോലി നോക്കുന്ന ജീവനക്കാരനെതിരെയാണ് കോമളപുരം കരുവേലിച്ചിറയിൽ സുമ പരാതി നൽകിയത്. താനും ഭർത്താവും ഒപ്പിട്ട് നൽകിയ പ്രമാണം പരിചയക്കാരനായ KSFE ജീവനക്കാരൻ തൻ്റെയോ ഭർത്താവിൻ്റെയോ അനുവാദമില്ലാതെ ജീവനക്കാരൻ്റെ പേരിലുള്ള ചിട്ടിക്ക് ജാമ്യമായി നൽകിയെന്നാണ് സുമയുടെ പരാതി. ഞങ്ങൾ വീട് പണിക്കായിട്ട് മരുമകൻ ആവശ്യപ്പെട്ട് 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ പറഞ്ഞപ്പോൾ 8 ലക്ഷം രൂപ മതിയെന്ന് പറഞ്ഞു. അത് പേടിക്കേണ്ട, ഞാൻ എൻ്റെ ചിട്ടിയിൽ നിന്ന് 8 ലക്ഷം രൂപ നിനക്ക് തന്നോളാമെന്നും ഈ 8 ലക്ഷം തന്നെ നീ തിരികെ അടച്ചാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ 10 സെൻറ്റ് സ്ഥലം അവന് പ്രമാണം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും KSFEന്ന് ഞങ്ങൾക്ക് 8 ലക്ഷം രൂപ SBI ബാങ്കിൽ വരികയും 8 ലക്ഷം രൂപ ഞങ്ങൾ കൈപ്പറ്റുകയാണ്. ആ 8 ലക്ഷം രൂപ ഞങ്ങളുടെ വടക്കമ്പറുകാരാണ് മരുമകൻ താമസിക്കുന്നത്. മരുമകൻ 8 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ ഈ അടച്ച പൈസ ഇല്ല. ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ ബാധ്യതയാക്കിയാണ് KSFEന്ന് നോട്ടീസ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീടും സ്ഥലവും അവർ ജപ്തി ചെയ്യുമെന്നാണ് ഞങ്ങൾ അറിയിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും, ഈ ഭർത്താവ് ഒരു ക്ഷീണകാരനാണ്. ഈ 15 ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാനുള്ള നിവർത്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് KSFE ഇതിനൊരു തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് പരിഹരിക്കണം എന്ന് മാത്രമാണുള്ള ഒരു അപേക്ഷ. അവർ ഞങ്ങളെ വിശ്വസ്തയോട് സർക്കാർ സ്ഥാപനമാണെന്ന് വിചാരിച്ചാണ് ഈ പൈസ ഞങ്ങൾ എടുക്കുകയും മേടിക്കുകയും ചെയ്യുക. പക്ഷേ അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങൾ ജപ്തി നടപടിയിലേക്ക് പോവുകയാണെന്നാണ് അവിടെ. 30 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഇതിൻ്റെ പേരിൽ തങ്ങൾക്ക് നേരിട്ടതെന്നും പറയുന്നു. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ നേരിട്ട അധിക ബാധ്യതയ്ക്ക് KSFE പരിഹാരം കാണണമെന്നും സുമ പറയുന്നു. സമാന സ്വഭാവമുള്ള പരാതിയുമായി കോമളപുരത്തുള്ള മറ്റൊരു കുടുംബവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ട്രേഡ് യൂണിയൻ സംസ്ഥാന ഭാരവാഹി കൂടിയായ KSFE ആലപ്പുഴ റീജിയണൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒളിവിലാണ്. തുറവൂർ പറയകാട് നാലുകുളങ്ങര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി മകേഷിനെയാണ് കുത്തിയതോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മറ്റ് ക്ഷേത്രങ്ങളിലെയും മോഷണത്തിൽ പ്രതിയെന്ന് പോലീസ്. തുറവൂർ പറയകാട് നാലുകുളങ്ങര ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതിയാണ് പിടിയിലായത്. കണ്ണൂർ തോട്ടുങ്ങൽ മകേഷ് അറസ്റ്റിലായത്. ഏപ്രിൽ 12 ശനിയാഴ്ച പുലർച്ചെ 12:30 കവർച്ച നടന്നത്. വഴിപാട് കൗണ്ടർ കുത്തിത്തുറന്ന് ഏകദേശം 10,000 രൂപയോളം മോഷ്ടിച്ചു. യുവാവായ മോഷ്ടാവ് ക്ഷേത്രത്തിലെത്തി മോഷണം നടത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ണൂരിൽ നിന്നും പിടികൂടിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പൈസ എവിടെയായിരുന്നു? അപ്പൊ അതിനുള്ള ഇംപ്ലിമെന്റ് എവിടെ നോക്കി എന്തുണ്ടായിരുന്നു? അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു സമീപത്തെ മരോട്ടിക്കൽ ക്ഷേത്രത്തിൽ നിന്നും കാണിക്ക കവർന്നതും ഇയാൾ തന്നെയാണെന്ന് പോലീസ് പറഞ്ഞു. പൂച്ചാക്കലിൽ ഉൾപ്പെടെ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണം നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. കണ്ണൂർ സ്വദേശിയാണെങ്കിലും അമ്മ വീട് പൂച്ചാക്കലിലാണ്. കുത്തിയതോട് പോലീസ് ഇൻസ്പെക്ടർ അജയ് മോഹൻ്റെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷിച്ചത്. കഞ്ചാവ് വലിക്കുന്നതിനിടയിൽ ചേർത്തലയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ ചേർത്തല എക്സൈസ് സംഘം പിടികൂടി. ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ഡ്രൈവറെ എക്സൈസ് പിടികൂടിയത്. കഞ്ചാവ് വലിക്കുന്നതിനിടയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ എക്സൈസ് സംഘം പിടികൂടി. ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് തെക്കേ അരികിൽ നിന്നാണ് കഞ്ചാവ് വലിക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഡ്രൈവറെ എക്സൈസ് സംഘം പിടികൂടിയത്. മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 18-ാം വാർഡിൽ തെക്കേ വീട്ടിൽ ജെഫിൻ എന്ന് വിളിക്കുന്ന അലക്സിനെയാണ് ചേർത്തല എക്സൈസ്
ഇൻസ്പെക്ടർ PM സുമേഷിൻ്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 8 ഗ്രാം കഞ്ചാവും എക്സൈസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് അപകടകരമാം വിധം ബസ് ഓടിക്കുന്നതായി യാത്രക്കാരിൽ നിന്നും പരാതി ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നും എക്സൈസ് പറയുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്വകാര്യ ബസ് തൊഴിലാളിയിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടികൂടിയിരുന്നു. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനിടെ തലക്കടിയേറ്റ് വയോധിക കൊല്ലപ്പെട്ട സംഭവം. അയൽവാസികളായ സഹോദരങ്ങൾ പോലീസിന് കീഴടങ്ങി. അരൂക്കുറ്റിയിൽ ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹം സംസ്കരിച്ചു. അയൽവാസികൾ തമ്മിലുള്ള വഴക്കിനിടെ ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ ആണ് ഗ്രഹനാഥ കൊല്ലപ്പെട്ടത്. അരൂക്കുറ്റി പുളിന്താഴത്ത് ശരവണൻ്റെ ഭാര്യ വനജയാണ് മരിച്ചത്. സംഭവത്തിൽ അയൽവാസികളും സഹോദരങ്ങളുമായ നികർത്തിൽ വീട്ടിൽ 44 വയസ്സുള്ള വിജീഷ്, 42 വയസ്സുള്ള ജയേഷ് എന്നിവർ പൂച്ചാക്കൽ പോലീസിൽ കീഴടങ്ങി. ഇരു വീട്ടുകാരും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ടെന്നും 6 മാസം മുൻപ് വിജീഷിൻ്റെയും ജയേഷിൻ്റെയും പിതാവ് സോമനെതിരെ വനജയുടെ ഭർത്താവ് ശരവണനും മകൻ ശരത്ലാലും പോലീസിൽ പരാതി നൽകിയതിൻ്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച രാത്രി 10:30യോടെയാണ് ശരവണൻ്റെ വീട്ടിലെത്തിയ വിജീഷും ജയേഷും ശരവണനും മകൻ ശരത്ലാലുമായി വാക്കേറ്റവും അടിപിടിയും ഉണ്ടായത്. വനജ ഇരുകൂട്ടരെയും പിടിച്ചു മാറ്റുന്നതിനിടെയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിയേറ്റതെന്നും പോലീസ് പറഞ്ഞു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ വനജയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അടിപിടിയിൽ വനജയുടെ ഭർത്താവ് ശരവണനും മകൻ ശരത്ലാലിനും പരിക്കേറ്റു. ഇവർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു. ആക്രമണത്തിന് ശേഷം ബിജീഷും ജയേഷും ഒളിവിൽ പോവുകയായിരുന്നു. പൂച്ചാക്കൽ SHO PS സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നതിനിടെ ജയേഷ് രാവിലെയും ബിജീഷ് വൈകിട്ടും സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. വനജയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സംസ്കരിച്ചത്. ഷാരിമോൾ മകളാണ്. പൊന്തുവള്ളങ്ങൾ നിരോധിക്കാനുള്ള നീക്കത്തിൽ നിന്നും കോസ്റ്റ് ഗാർഡ് പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ കോസ്റ്റ് ഗാർഡ് അധികൃതർക്ക് നിവേദനം നൽകി. പൊന്തുവള്ളങ്ങൾ നിരോധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ കോസ്റ്റ് ഗാർഡ് DIG N രവിക്ക് നിവേദനം നൽകി. 3000-ലധികം പൊന്തുവള്ള ഉടമകളും സ്ത്രീകളും വയോധികരുമായ 10,000-ലധികം വരുന്ന സഹായികളും അടങ്ങുന്ന പരമ്പരാഗത മത്സ്യമേഖലയുടെ ഉപജീവന മാർഗമായ പൊന്തുവള്ളങ്ങൾ നിരോധിക്കരുതെന്നാണ് പ്രധാന ആവശ്യം. തൊഴിലാളികളുടെ ആശങ്കകൾ ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് രാജ്യ സുരക്ഷയും തൊഴിലാളികളുടെ ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും കോസ്റ്റ് ഗാർഡ് DIG N രവി പറഞ്ഞു. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ, ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം, ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശുങ്കൽ, ജില്ലാ കമ്മിറ്റി അംഗം ജോസി കലവറ എന്നിവരാണ് കോസ്റ്റ് ഗാർഡ് കൊച്ചി ആസ്ഥാനത്തെത്തി നിവേദനം നൽകിയത്. ടൈം ന്യൂസ്, ചേർത്തല. ദേശീയപാത വികസനത്തിന് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇനി ഏറ്റെടുക്കാനുള്ളത് 2 ഹെക്ടറോളം ഭൂമി. കൊറ്റംകുളങ്ങര ഓച്ചിറ റീച്ചിലാണ് കൂടുതൽ ഭൂമി ആവശ്യമുള്ളത്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഇനി ഏറ്റെടുക്കാനുള്ളത് 2 ഹെക്ടറോളം ഭൂമി. ഇതിൽ 1.31 ഹെക്ടറും കൊറ്റംകുളങ്ങര ഓച്ചിറ ഭാഗത്താണ്. നിലവിൽ റോഡിൻ്റെ പണി പുരോഗമിക്കുകയാണെങ്കിലും ചില ഭാഗങ്ങളിൽ ആവശ്യത്തിന് വീതി പോരെന്ന് കണ്ടെത്തിയതോടെയാണ് വീണ്ടും ഭൂമി ഏറ്റെടുക്കുന്നത്. ആദ്യ രൂപരേഖയിലും സർവേയിലും വന്ന വ്യത്യാസങ്ങൾ കാരണമാണ് എല്ലായിടത്തും 45 മീറ്റർ വീതി ഇല്ലാതെ വന്നത്. കുറ്റുകുളങ്ങര ഓച്ചിറ റീച്ചിൽ 1.31 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഉടൻ അന്തിമ വിജ്ഞാപനവും വരുന്നതോടെ ഈ ഭൂമിയും ഏറ്റെടുക്കും. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ സ്ഥലത്തും ചെറിയ തോതിൽ ഭൂമി എടുക്കേണ്ടി വരുന്നുണ്ട്. റാമ്പുകളുടെ നിർമ്മാണത്തിനും മറ്റുമാണ് പ്രധാനമായും അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടത്. തുറവൂർ പറവൂർ കുറ്റുകുളങ്ങര റീച്ചുകളിൽ ഭൂമി ഏറ്റെടുക്കൽ ഏകദേശം പൂർത്തിയായി. നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിലെ ഫ്ളാറ്റ് സമുച്ചയം, ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിൽ നിന്ന് തുറമുഖത്തേക്കുള്ള റാമ്പുകളുടെ നിർമ്മാണത്തിനുള്ള സ്ഥലം എന്നിവയ്ക്കായി ഭൂമി ഏറ്റെടുക്കണമെങ്കിലും നിലവിൽ വിജ്ഞാപനം വന്നിട്ടില്ല. നങ്ങ്യാർകുളങ്ങര ജംഗ്ഷന് സമീപത്തെ ഫ്ളാറ്റ് സമുച്ചയം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി തീരുമാനമെടുത്തിട്ടില്ല. ഫ്ളാറ്റിൻ്റെ ഒരു ഭാഗം മാത്രമായി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഫ്ളാറ്റിലെ താമസക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോഴിക്കോട് NITയെ നിയോഗിച്ച് നടത്തിയ പഠനത്തിൽ ഭാഗികമായി പൊളിക്കുന്നത് ഫ്ളാറ്റിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് കേടുപാടുണ്ടാകുമെന്ന് കണ്ടെത്തി. ഇതോടെ പൂർണ്ണമായും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിലയിരുത്തൽ പ്രകാരം 18 കോടിയോളം രൂപയാണ് ഫ്ളാറ്റിൻ്റെ മൂല്യം. ഇതിൻ്റെ ഇരട്ടിയാണ് നഷ്ടപരിഹാരമായി നൽകുക, അതായത് 35 കോടിയിലേറെ രൂപ. ജില്ലയിലെ ഏറ്റവും ചെലവേറിയ ഏറ്റെടുക്കലാകും ഫ്ളാറ്റിൻ്റേത്. ടൈം ന്യൂസ്, ആലപ്പുഴ. തുറവൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയ മനോദൗർബല്യമുള്ള ഗൃഹനാഥനെ പോലീസ് മർദ്ദിച്ചെന്ന പരാതി.
മായിത്ര സ്വദേശിനിയുടെ പരാതി ചേർത്തല ഡിവൈഎസ്പിക്കാണ്. പരാതി അടിസ്ഥാനരഹിതമെന്ന് പോലീസ്. തുറവൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്നയാളെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. മായിത്തറ ആനക്കുഴിക്കൽ AT ഷാർമോനാണ് എരമല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ബുധനാഴ്ച രാവിലെ 11-ന് തുറവൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. രോഗിയുമായി എത്തിയ ഓട്ടോ ഡ്രൈവറുമായുണ്ടായ തർക്കത്തിനിടെ ആശുപത്രി എയ്ഡ് പോസ്റ്റ് ചുമതലയിലുണ്ടായിരുന്ന 4 പോലീസുകാർ ചേർന്ന് ഷർമോനെ മർദ്ദിച്ചെന്നാണ് പരാതി. ഭാര്യ വിമല ചേർത്തല ഡിവൈഎസ്പിക്ക് പരാതി നൽകി. വണ്ടി വന്ന സമയത്ത് ഇയാൾ അവിടെ നിന്ന് മാറിയില്ല എന്നും പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി. കൂടെ 3 പോലീസുകാർ വേറെയും ഉണ്ടായിരുന്നു. അത് ഒരു റൂമെന്ന് പറയാൻ പറ്റില്ല, ഒരു തുണി കൊണ്ട് മറച്ചിട്ടുള്ള അതിനകത്ത് ഞാൻ ചെന്ന് കാണുമ്പോഴത്തേക്കും ഒരു ടേബിളിൽ ഇങ്ങനെ കിടത്തിയിരിക്കണം. മുണ്ട് പോലും ഇല്ല, ഷെഡി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇയാളെങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിരിക്കുമ്പോൾ തേക്കുകയാണ്. എന്നിട്ട് ഇവരെ അടിക്കുകയാണ്. അതാണ് ഞാൻ കണ്ടുകൊണ്ട് ചെല്ലണം. ഓടി ചെന്നിട്ട് ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാറേ വയ്യാത്തൊരു മനുഷ്യനങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കേൾക്കണില്ല. പിന്നെ ഇവനെ ഞങ്ങളിപ്പോൾ പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. വണ്ടി വിളിച്ചിട്ടുണ്ട്, വണ്ടി ഉടനെ വരും. അവൻ ഇപ്പം തന്നെ പൊക്കി കൊണ്ടുപോകുന്നതിന് ബാക്കി ഇവനെ അവിടെ ചെന്നിട്ട് അടിക്കും ഞങ്ങളെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയൊക്കെ ചെയ്യല്ലോ, ഒരാളിന് വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമോ സാറേ, വീടെന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ആരോ ഉപദ്രവിക്കല്ലോ സാറേ, എന്തെങ്കിലും ഉണ്ടത് പുറത്ത് വെച്ച് ചെയ്താൽ പോരെ, ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നും പറഞ്ഞോണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ വിടിയലെന്നും പറഞ്ഞു. പിന്നെ ഞാൻ ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് ഇയാളെ വരിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നത്. കാല് ചവിട്ടി ഷൂ ഒക്കെ ഇട്ട് ചവിട്ടി വെച്ചിരിക്കുക. പിന്നെ വയറിന് അവർ മുട്ടുകാലിന് അടിച്ചിട്ടുണ്ട്. ഈ മുഖം മുഴുവനും പാടാണ്, അടിച്ചതിൻ്റെ പാടാണ് കാണുന്നത്. നട്ടലിന് മുട്ടുകാല് മടക്കി അടിച്ചിട്ടാണ് വേദനയായിട്ട് നിൽക്കുകയാണ് ഇപ്പം. എന്നാൽ രോഗിയുമായി എത്തിയ ഓട്ടോ തടഞ്ഞു നിർത്തി ബഹളമുണ്ടാക്കിയ ആളെ പിടിച്ചു മാറ്റുക മാത്രമാണ് പോലീസ് ചെയ്തതെന്നും പരാതി അടിസ്ഥാനരഹിതമാണെന്നും കുത്തിയതോട് CI അജയ് മോഹനും അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം പണി പൂർത്തിയായി. പാലത്തിൽ നിന്നുള്ള കായൽ കാഴ്ചകൾ ആസ്വദിക്കാനും അസ്തമയ കാഴ്ചകൾ കാണുവാനും നിരവധി ജനങ്ങളാണ് പാലത്തിലേക്ക് എത്തുന്നത്. നെടുമ്പ്രക്കാട് ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് പൂണിയുന്നത്. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം പൂർത്തിയാകുന്നതോടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് ഇതോടുകൂടി സാക്ഷാത്കരിക്കുന്നത്. വിളക്കുമരം പൂർത്തിയാകുമ്പോൾ നെടുമ്പ്രക്കാട് വിളക്കുമരം ഭാഗത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് കൂടിയാണ് അവസാനിക്കുന്നത്. ചേർത്തല നഗരം ചുറ്റിക്കറങ്ങി ചെങ്ങണ്ട വഴി പോകാതെ പെട്ടെന്ന് തന്നെ പള്ളിപ്പുറത്തേക്കും മറ്റും ഇവർക്ക് എത്താൻ കഴിയും. പൂർത്തിയായ വിളക്കുമരം പാലത്തു നിന്നുള്ള കായൽ കാഴ്ചകളും അസ്തമയ കാഴ്ചകളും കാണാൻ നിരവധി ജനങ്ങളാണ് എത്തുന്നത്. അവധി ദിവസങ്ങളിൽ വൻ ജനത്തിരക്കാണ് പാലത്തിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പാലം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദിൻ്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചിരുന്നു. 20.30 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും ചെലവിട്ടാണ് പാലം പൂർത്തീകരിച്ചത്. ഇതോടെ ചേർത്തല നഗരത്തിലെത്തുന്ന വാഹനങ്ങൾ ചെങ്കണ്ട വഴി ചുറ്റിക്കറങ്ങാതെ നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം വഴി പെട്ടെന്ന് പള്ളിപ്പുറത്ത് എത്താൻ കഴിയും. ഇവിടെ നിന്ന് MLA റോഡ് വഴി അരൂക്കുറ്റി എറണാകുളം ഭാഗത്തേക്കും പോകുവാൻ കഴിയും. കാവുങ്കൽ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷരക്കൂട്ടം ബാലവേദി അവധിക്കാല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാവുങ്കൽ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷരക്കൂട്ടം ബാലവേദി അവധിക്കാല പരിശീലന കളരി കുഞ്ഞിളം ചോല ശ്രദ്ധ കവർന്നു. ഗ്രന്ഥശാല അങ്കണത്തിൽ നടന്ന കുട്ടികളുടെ ഒത്തുചേരൽ കാവുങ്കലിനെ ഉത്സവ ഛായ പകർന്നു. കുട്ടികളുടെ സർഗ്ഗവാസനകൾ വളർത്താനും വായനാശീലം ഊട്ടി വളർത്താനും കുഞ്ഞു വഴികളിൽ കൂട്ടായിരിക്കാനും അവധിക്കാല പരിശീലനം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാട്ടും ഡാൻസും കഥ പറച്ചിലുമെല്ലാം ആമോദം പകർന്ന ചടങ്ങ് യുവ സംഗീത സംവിധായകൻ ശങ്കർ ശരത് ഉദ്ഘാടനം ചെയ്തു. കലയുടെ ലോകത്തേക്ക് തന്നെ കൈപിടിച്ച് നയിച്ചത് കാവുങ്കൽ ഗ്രന്ഥശാലയാണെന്ന് ശങ്കർ ശരത് പറഞ്ഞു. ഗ്രന്ഥശാല പ്രസിഡന്റ് KS സുമേഷ് അധ്യക്ഷത വഹിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K. ശരവണൻ, സൂയാമോൾ, അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CK. രതികുമാർ, കാവുങ്കൽ ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ഗിരീഷ് കൊല്ലംപറമ്പ്, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് PS. സനൽകുമാർ, സെക്രട്ടറി രാജേഷ്, ഹരിത സഹായ സംഘ സ്ഥാപനം ജില്ലാ കോർഡിനേറ്റർ M. രാജേഷ്, നാടക പ്രവർത്തകൻ രവി പ്രസാദ്, ഡോക്ടർ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന, അപ്പം സ്വീകരിക്കൽ, കാൽകഴുകൽ ശുശ്രൂഷ തുടങ്ങിയവയാണ് പെസഹ ദിനാചരണത്തിലെ പ്രത്യേക ചടങ്ങുകൾ. അരൂർ എഴുപന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ 20 പവൻ തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവം അന്വേഷണം ഊർജിതം. ശുചിമുറി മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്ത കുടുംബത്തെ ലോറി ഇടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. തണ്ണീർമുക്കത്തെ കുടുംബം മുഹമ്മ പോലീസിലാണ് പരാതി നൽകിയത്.
ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. പ്രതികൾക്ക് പെൺവാണിഭ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമെന്ന കൂടുതൽ സൂചനകൾ. പ്രതികൾ താമസിച്ചിരുന്ന ഹോട്ടലുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. ആലപ്പുഴ ബൈപ്പാസിൽ നിർമ്മാണത്തിനിടെ ഗർഡർ വീണ സ്ഥലത്ത് വീണ്ടും അപകടം. ഉയരപ്പാതയിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുമായെത്തിയ ട്രെയിലർ ലോറി മറിഞ്ഞു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.